we simplify learning. For +1, +2, NEET and JEE. Download the app now. Hi all, എല്ലാ കൂട്ടുകാർക്കും ടെല്ല ക്ലാസ്സസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആനുവൽ കിങ്ഡം എന്ന ചാപ്റ്ററിന്റെ ഫൈലം പോരിഫെറ പഠിച്ചു അല്ലേ? സർ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫൈലം സീലൻഡറേറ്റ ആണ്. നേരത്തെ ഫൈലം കണ്ടതുപോലെ അല്ല ടീച്ചറെ, കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒക്കെ അല്ലേ? അപ്പോൾ ഇതിനകത്തുണ്ട്. നമുക്ക് ഇവയെ കുറിച്ച് വിശദമായിട്ടൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് ഇനി. ഓക്കെ, അപ്പോൾ അടുത്ത ഫൈലമാണ്, രണ്ടാമത്തെ ഫൈലമാണ് ഫൈലം സീലൻഡറേറ്റ എന്ന് പറയാം. ഓക്കെ ഓക്കെ, അപ്പോൾ അവർ പ്രത്യേകം നോക്കിയേ സർ, ദേ ആർ അക്വാട്ടിക്. അക്വാറ്റിക് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ ജീവിക്കുന്ന ഓർഗാനിസം. അത് മാത്രമല്ല, ദേ ആർ മോസ്റ്റ്ലി മറൈൻ. ഇപ്പോൾ കൂടുതൽ അവർ എവിടെയാ താമസിക്കുക? മറൈൻ, അതായത് ഈ പറയുന്ന കടൽ വെള്ളത്തിലാണ് ജീവിക്കുക. അക്വാട്ടിക് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവര് നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, കൂടുതലും മറൈൻ ആണ്. അപ്പൊ ഫ്രഷ് വാട്ടറിൽ ഇവർ കാണായികയൊന്നും ഇല്ല അല്ലേ? അപ്പൊ അങ്ങനെ ഒരു അർത്ഥത്തോടെ ഇവിടെ ഉണ്ട്. മോസ്റ്റ്ലി മറൈൻ എന്നല്ലേ? മോസ്റ്റ്ലി മറൈൻ എന്ന് പറയുമ്പോൾ മെജോറിറ്റി ഓഫ് ദം ക്യാൻ ബി സീൻ ഇൻ ദ സീ വാട്ടർ ആൻഡ് സം members can be seen in the ഫ്രഷ് വാട്ടറിലൊക്കെ കാണാം എന്നൊരു കൂടെ അർത്ഥം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത് നോക്കിയേ, സെസൈൽ ഓർ ഫ്രീ സ്വിമ്മിങ്. ഓക്കെ, ഇവിടെ സെസൈൽ എന്ന് പറയുന്ന വാക്കൊരു പുതിയ വാക്കാണ്. അപ്പൊ സെസൈൽ എന്ന് പറഞ്ഞാൽ ടീച്ചറെ ഒരു സ്ഥലത്ത് നിന്ന് ചലിക്കാൻ കഴിയില്ലെങ്കിൽ, അതായത് ഒരു സ്ഥലത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ, അപ്പൊ ആ ഒരു അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് സെസൈൽ. അപ്പൊ മനുഷ്യൻ അങ്ങനെയല്ല, മനുഷ്യനെ കൊണ്ട് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൂവ് ചെയ്യാൻ കഴിയാത്ത ചില അനിമൽസും ഉണ്ട്, ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അനിമൽസ് ഉണ്ട്. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെസൈൽ എന്ന് പറയുക. എന്നാൽ ചില ജീവികളാവട്ടെ ഇവരെങ്ങനെയാ മൂവ് ചെയ്യുന്നവരാണ് സർ? ഓക്കെ, അക്വാട്ടിക് ആയതുകൊണ്ട് തന്നെ സ്വിം ചെയ്യുന്നവരായിരിക്കും. They are free swimming. അപ്പോൾ പൊതുവെ ഒരു അക്വാട്ടിക് ആണ്, കൂടുതലും മെറൈൻ ആണ്. പിന്നെ ചിലരാണെങ്കിൽ പറ്റിപ്പിടിച്ച് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നവരാണെന്ന് പറയാം, സെസൈൽ ആണെന്ന് പറയാം. ചിലരാണെങ്കിൽ എങ്ങനെയാ? ഫ്രീ സ്വിമ്മിംഗ് ആണ്. ഓക്കെ, ഇനി ഇവരുടെ സിമ്മട്രി നമ്മൾ നോക്കുക സർ. ഓക്കെ ടീച്ചറെ, നമ്മൾ നോക്കുമ്പോൾ സിമ്മട്രി റേഡിയലി സിമ്മട്രിക്കൽ അനിമൽസ് ആണ്. നമുക്കറിയാം എന്താണ് റേഡിയൽ സിമ്മട്രി എന്നല്ലേ? ഒരു ഓർഗാനിസത്തിന്റെ ബോഡി എടുക്കുമ്പോൾ ഏത് റേഡിയൽ പ്ലെയിനിൽ കൂടെ, അതായത് സെൻട്രൽ ആക്സിസിൽ കൂടെ കടന്നു പോകുന്ന ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ് കിട്ടുമെങ്കിൽ അങ്ങനെയുള്ള സിമ്മട്രി ഉള്ള അനിമൽസിനെ വിളിക്കുന്ന പേരാണ് റേഡിയലി സിമ്മട്രിക്കൽ അനിമൽ. അപ്പൊ ഇവരാരാണ്? റേഡിയലി സിമ്മട്രിക്കൽ അനിമൽസ് ആണ്. ഇനി ഈ പറയുന്ന ഫൈലം സീലൻഡറേറ്റെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സർ ഫൈലം നിഡേറിയ. നേരത്തെ നമ്മൾ സ്പോഞ്ചസ് എന്ന് പഠിച്ചതുപോലെ ഫൈലം പോരിഫെറയെ സ്പോഞ്ചസ് എന്ന് വിളിക്കുന്നത് പോലെ ഫൈലം സീലൻഡറേറ്റയെ നമ്മൾ നിഡേറിയ എന്ന് വിളിക്കുക. അപ്പൊ അതിന് എന്തെങ്കിലും കാരണം കാണാം. അപ്പൊ നമ്മൾ സ്പോഞ്ചസ് എന്ന് വിളിക്കാൻ കാര്യം പോറുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഫൈലം സീലൻഡറേറ്റെ വിളിച്ച മറ്റൊരു പേരല്ലേ നിഡേറിയ? അപ്പൊ നിഡേറിയ എന്ന് വിളിക്കാനുള്ള കാരണം ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ് പ്രസന്റ് ഓൺ ദ ടെൻഡക്കിൾസ് ആൻഡ് ദ ബോഡി. അതായത് ഇവരുടെ ശരീരത്തിലും അതോടൊപ്പം തന്നെ ഇവരുടെ ടെൻഡക്കിൾസ്, കൈവിരലുകൾ പോലെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് ടെൻഡക്കിൾസ് എന്ന് പറയാ, ഇവരുടെ ബോഡിയിലുള്ളതാണ്. അപ്പോൾ ആ ടെൻഡക്കിൾസിലും എന്ത് കാണാൻ പറ്റും? നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ നിഡോബ്ലാസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഇവർ നിഡേറിയൻസ് അറിയപ്പെട്ടു. ഈ ഒരു സ്ട്രക്ചർ ആണ് സർ അത്. ഇതാണ് നിഡോബ്ലാസ്റ്റ് അല്ലേ? അപ്പോൾ ഈ നിഡോബ്ലാസ്റ്റ് കാണപ്പെടുന്നത് ടെൻഡക്കിൾസിലാണ് അല്ലേ? വിച്ച് കണ്ടെയ്ൻ എ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ഓർ നിമറ്റോസൈറ്റ്സ് അല്ലേ? അപ്പൊ ടെൻഡക്കിളുകളിൽ കാണപ്പെടുന്ന ഒരു സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ആണ് എന്തെന്ന് പറയുന്നത്? നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടെൻഡക്കിൾസിന്റെ അറ്റത്തായിട്ട് ഒരു സ്റ്റിങ് ചെയ്യാനുള്ള ഒരു ഓർഗൻ ഉണ്ട്. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? നിഡോബ്ലാസ്റ്റ്. ഇത് ഉണ്ടായതുകൊണ്ട് ഇവരുടെ പേര് നിഡേറിയ എന്നായി. ഓക്കെ, നിഡോബ്ലാസ്റ്റ് ആർ യൂസ്ഡ് ഫോർ ആൻകറേജ്, ഡിഫൻസ് ആൻഡ് ഫോർ ദ ക്യാപ്ചർ ഓഫ് പ്രേ. അപ്പം നിഡോബ്ലാസ്റ്റ് ഉപയോഗങ്ങളാണ് സർ പറയുന്നത്. അപ്പം നമ്മളിവിടെ പറഞ്ഞു സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾസ് ഉണ്ടല്ലോ ഇവിടെ, അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ ഇവർക്ക് പറ്റിപ്പിടിച്ചിരിക്കാനോ തൂങ്ങിക്കിടക്കാനോ ഒക്കെ അവർക്ക് പറ്റും അല്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു ആൻകറേജിന് സഹായിക്കും, ഒരു സ്ഥലത്ത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഡിഫൻസ്. ഇവർ അറ്റാക്ക് ചെയ്യാൻ ആരെങ്കിലും വന്നു, ഒരു പ്രെഡേറ്റർ വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഈ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂളിൽ മുള്ളു പോലൊരു സ്ട്രക്ചർ അല്ലയോ? അപ്പൊ അതുള്ളത് കൊണ്ട് തന്നെ അത് യൂസ് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ ഓടിച്ചുവിടാൻ പറ്റും. അതായത് ഇവരെ ഡിഫെൻഡ് ചെയ്യാൻ, ഇവരെ ഈ പറയുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാൻ ഇവർക്ക് തന്നെ പറ്റും. ഒരു ഡിഫൻസ് സിസ്റ്റം ഇവരുടെ ബോഡിയിലുണ്ട്, അതും നിഡോബ്ലാസ്റ്റ് തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ടീച്ചർ ഒരു ഫുഡ് കഴിക്കണ്ടേ? അപ്പൊ ഒരു ഫുഡ് കഴിക്കാന്ന് പറയുമ്പോൾ പ്രേയെ ക്യാപ്ചർ ചെയ്യാം. അതെ, അതിന് ടെൻഡക്കിൾസ് ഉണ്ട്. അപ്പൊ ടെൻഡക്കിൾസിന്റെ അറ്റത്ത് ഈ സ്റ്റിങ്ങിങ് ഓർഗനും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് പ്രേയെ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു 3 ഫങ്ഷൻസ് ആണ് ആർക്കുള്ളത്? നിഡോബ്ലാസ്റ്റുകൾക്ക് ഉള്ളത്. അപ്പൊ നിഡോബ്ലാസ്റ്റിന്റെ ഉപയോഗങ്ങൾ ഇതൊക്കെയാണ്. ആൻകറേജിന് സഹായിക്കുന്നു, ഡിഫൻസിന് സഹായിക്കുന്നു, പ്രേയെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇനി ഇവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ നോക്കിയപ്പോൾ കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ് ഫൈലം പോറിഫറയെക്കാട്ടിലും. ഫൈലം പോറിഫറ സെല്ലുലാർ ആയിരുന്നു. അപ്പോൾ ഇത്തിരി കൂടെ കോംപ്ലക്സ് ആകുമ്പോൾ ടിഷ്യൂ ലെവൽ, അതായത് സെൽസ് എല്ലാം കൂടെ ചേർന്ന് ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെ എന്ത് വിളിക്കാം? ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ളവരാണ്. അപ്പോൾ ഇവരെന്താണ്? ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ളവരാണ്. ഓക്കേ സർ, ഇനി അടുത്തത് എംബ്രിയോണിക് ലെയറിനെ ബേസ് ചെയ്ത് വരെ നമുക്ക് ടിഷ്യൂ ലെയർ എത്തിയപ്പോൾ ടീച്ചറെ ഉറപ്പായിട്ടും ജേം ടിഷ്യൂസ് കാണും, അതായത് നമ്മുടെ എംബ്രിയോണിക് ടിഷ്യൂസ് കാണും. അപ്പോൾ ഇവര് ഡിപ്ലോബ്ലാസ്റ്റിക് ആണോ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണോ നോക്കാം. ഓക്കെ, അതിലും നമുക്ക് കൺഫ്യൂഷന്റെ കാര്യമില്ല, കാര്യം ഇവർ പ്രിമിറ്റീവ് കഴിഞ്ഞിങ്ങോട്ട് വരുന്നതല്ലേ. അപ്പോൾ എന്താണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആവാൻ ഒരു ചാൻസും ഇല്ല, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഡിപ്ലോബ്ലാസ്റ്റിക് എന്താണെന്ന് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഒന്നുകൂടെ ഓർമ്മിച്ചു കൊടുക്കാം സർ. ജേർമിനൽ ലെയേഴ്സിനെ ബേസ് ചെയ്ത് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡിപ്ലോബ്ലാസ്റ്റിക്കും ട്രിപ്ലോബ്ലാസ്റ്റിക്കും. രണ്ട് ജേർമിനൽ ലെയറെ ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ ഉള്ളൂ എങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം? ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് വിളിക്കാം. അതായത് ഒരു എംബ്രിയോ നമ്മൾ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ, ഒരു ജീവിയുടെ എംബ്രിയോ, ഒരു അനിമലിന്റെ എംബ്രിയോ എടുത്തിട്ട് നോക്കുമ്പോൾ ആ എംബ്രിയോ നിർമ്മിച്ചിരിക്കുന്നത് 2 ലെയറുകൾ കൊണ്ടാണെങ്കിൽ, 2 ലെയർ ഓഫ് ടിഷ്യൂ, ഔട്ടർ എക്ടോഡേമും ഇന്നർ എൻഡോഡേമും കൊണ്ട് മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് വിളിക്കും. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഒരു മീസോഡേം എന്ന് പറയുന്ന ഒരു ലെയർ കൂടെ ഉണ്ടെങ്കിൽ അത് ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് വിളിക്കും. അതെ, അതുകൊണ്ട് ഇവര് ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ദേ കണ്ടെയ്ൻ ഓൺലി എക്ടോഡേം ആൻഡ് എൻഡോഡേം ഇൻ ദ എംബ്രിയോ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. ദേ ഹാവ് എ സെൻട്രൽ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി വിത്ത് എ സിംഗിൾ ഓപ്പണിംഗ് മൗത്ത് ഓൺ ഹൈപ്പോസ്റ്റോം. ഓക്കെ, ഇവരുടെ ബോഡിയിലും മറ്റേ സ്പോഞ്ചോസീൽ കണ്ടതുപോലെ തന്നെ ഒരു ക്യാവിറ്റി ഉണ്ട്, എന്നാൽ അതും സീലോമല്ല. ഓക്കെ, ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി. ടീച്ചറെ, അപ്പോൾ ഈ ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റിക്ക് നേരത്തെ ഓസ്കുലം കണ്ടതുപോലെ ഒരു ഓപ്പണിംഗ് വേണ്ടേ? ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ദാറ്റ് ഇസ് ദ മൗത്ത്. അത് നമ്മൾ കാണുന്നതാണ് എവിടെയാ? ഹൈപ്പോസ്റ്റോം എന്ന് പറയുന്ന റീജിയനിൽ. ഹൈപ്പോസ്റ്റോം എന്ന് പറയുന്ന ഒരു റീജിയനിൽ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? ഒരു മൗത്ത് കാണാൻ പറ്റും. ടീച്ചർ അപ്പോൾ മൗത്തിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ? ഏനസിനെ കുറിച്ച് പറഞ്ഞില്ല. ഇല്ല. അപ്പോൾ ഉറപ്പായിട്ടും ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ്. അതെ, നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ 2 ക്ലാസ്സിഫൈ ചെയ്ത് പഠിച്ചില്ലേ? ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്ത് നോക്കുമ്പോൾ ഫുഡ് ഇൻടേക്ക് ചെയ്യാനും വേസ്റ്റ് എക്സ്പെൽ ചെയ്യാനും വേണ്ടിയിട്ട് 2 സെപ്പറേറ്റ് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. എന്നാൽ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നതും വേസ്റ്റ് എക്സ്പെൽ ചെയ്യുന്ന ഒരു സിംഗിൾ ഓപ്പണിങ്ങിലൂടെ ആണെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ദിസ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് ഇൻകംപ്ലീറ്റ് എന്ന് നമുക്ക് പറയാമല്ലോ. ഓക്കെ, ഇനി ഇപ്പോൾ സിസ്റ്റം നമ്മൾ പറഞ്ഞു, ഡൈജഷൻ എങ്ങനെയാണെന്നൂടെ നോക്കാം. നേരത്തെ ഇൻട്രാ സെല്ലുലാർ നമ്മൾ പറഞ്ഞു. എന്നാൽ ഇവരുടെ കേസ് നോക്കി, ഡൈജഷൻ ഈസ് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ, രണ്ടും നടക്കുന്നുണ്ട്. എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും നടക്കുന്നുണ്ട്, ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും നടക്കുന്നുണ്ട്. ഇനി അടുത്ത പ്രത്യേകം നോക്കിയേ സാർ, നമ്മൾ കോറലുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, പവിഴപ്പുറ്റുകൾ. അതെ. അപ്പൊ ഈ കോറൽസ് എന്ന് പറയുന്ന വിഭാഗക്കാർ ആൾക്കാരില്ലേ, മെമ്പേഴ്സ് ഇല്ലേ, അവർ ഈ ഗ്രൂപ്പിലാണ് വരുന്നത്. അതാണ് ആദ്യം നമ്മൾ പിക്ചർ കണ്ടപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ട് നമ്മൾ കണ്ടല്ലേ. അപ്പോൾ ഈ കോറൽസ് അല്ലെങ്കിൽ പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ്. ഓക്കെ, സം ഓഫ് ദ നിഡേറിയൻസ് എക്സാമ്പിൾ കോറൽസ് ഹാവ് എ സ്കെലിറ്റൺ കമ്പോസ്ഡ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. നേരത്തെ നമ്മൾ സ്പോഞ്ചിൻസ് എന്നും സ്പിക്യൂൾസ് എന്നാണ് പഠിച്ചത്. എന്നാൽ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവരുടെ സ്കെലിറ്റൺ, കോറൽസിന്റെ ഒക്കെ പവിഴപ്പുറ്റുകളുടെ ഒക്കെ സ്കെലിറ്റൺ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതും പ്രീവിയസ് ഇയറിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതലും ഈ സീലൻഡ്രേറ്റ ഈ ഒരു വിഭാഗത്തിൽ നിന്ന് ചോദ്യം വന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ഒരു സ്ലൈഡാണ് സർ. ഈ സ്ലൈഡിനകത്തുള്ള ഒരു പോയിന്റ് നമുക്ക് കളയാൻ പറ്റത്തില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കേണ്ട ഒരു കാര്യമാണിത്. ഓക്കെ, നമുക്ക് കേൾക്കാം. Cnidarians exhibit 2 basic body forms called polyp and medusa. ഓക്കെ, അപ്പം നിഡേറിയൻസ് എന്താ പറയുന്നത്? അവരുടെ ജീവിതത്തിൽ 2 ബേസിക് ബോഡി ഫോംസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ എനിക്ക് ഈ ഒരു ബോഡി ഫോം ആണ്, എന്നാൽ ഞാൻ മരിക്കുന്നവരെ എൻ്റെ ബോഡി ഫോം ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ ഇവരങ്ങനല്ല. ഇവരുടെ ബോഡിയിൽ ഓരോ ജനറേഷൻ കഴിയുമ്പോഴും ബോഡി ഫോം ഇങ്ങനെ മാറി മാറി വരും. അങ്ങനെ എത്ര എണ്ണം മാറി മാറി വരും? 2 എണ്ണം മാറി മാറി വരും. അപ്പോൾ ആ ബോഡി ഫോംസ് ആണ്, ഒന്ന് പോളിപ്പ്, മറ്റൊന്ന് മെഡൂസ. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ദ ഫോർമർ ഈസ് എ സെസൈൽ ആൻഡ് സിലിണ്ടറിക്കൽ ഫോം ലൈക്ക് ഹൈഡ്ര, ആഡംസിയ എക്സെട്ര. അതായത് ഇതിൽ ഫോർമർ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിലെ പോളിപ്പിനെയാണ് കുഞ്ഞുങ്ങളെ. അതായത് ആദ്യം പറഞ്ഞ വേർഡ് ഏതാണ്? അതല്ലേ ഫോർമർ ആണ് കേട്ടോ. അപ്പോൾ ഇതിലെ പോളിപ്പ് എന്ന് പറയുന്നത് സെസൈൽ ആണ് സർ. സെസൈൽ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. പോളിപ്പ് എന്ന് പറയുന്നത് സെസൈൽ ആണ്. അതോടൊപ്പം തന്നെ അവരുടെ ബോഡി എങ്ങനെ ഇരിക്കും എന്നാ പറഞ്ഞത്? സിലിണ്ടർ പോലെ ഇരിക്കും. സിലിണ്ടറിക്കൽ ഫോം ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായ പോയിന്റ് നമുക്കൊന്ന് നോട്ട് ചെയ്യാം സർ. പോളിപ്പ്. അപ്പോൾ പോളിപ്പ് എന്ന് പറയുന്ന ബോഡി ഫോം സെസൈലാണ്, അതുപോലെ തന്നെ അവര് സിലിണ്ടറിക്കലും ആണ്. ടീച്ചറെ, നമുക്ക് ആ ചിത്രം ഒന്ന് കാണാലോ? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നോക്കിയേ, ഇതാണ്
ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പോളിപ്പ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ പോളിപ്പ് നോക്കിയേ, പോളിപ്പ് കണ്ട ഒരു സിലിണ്ടറിക്കൽ ഫോമിലല്ലേ ഇരിക്കുന്നത്, പറ്റി പിടിച്ചിരിക്കുക. ഇവിടെ ഇങ്ങനെ ഈ ഒരു സബ്സ്ട്രേറ്റിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്, അതുപോലെ സിലിണ്ടറിക്കൽ ഫോമാണ്. എന്നാൽ ഇവരുടെ ലൈഫ് സൈക്കിൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ മറ്റൊരു ഫോം കൂടെ ഉണ്ട്. ആ ഫോം ഏതാണെന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. സർ ഇവിടെ ഒരു എക്സാമ്പിൾ കൂടെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ പറയുന്ന പോളിപ്പ് ഫോമാറ്റിൽ കാണപ്പെടുന്നവരുടെ എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്ന ഹൈഡ്ര. നമ്മൾ ബഡ്ഡിംഗ് ഒക്കെ പഠിക്കുമ്പോൾ ഹൈഡ്ര ഒക്കെ പഠിക്കാറുണ്ട്. പിന്നെ ഒരാൾ ആഡംസി, അതായത് സർ ഇപ്പൊ ഒരു ഫിഗർ കാണിച്ചില്ലയോ, ഇതാണ് ആഡംസി. സി അനിമോൺ എന്നൊക്കെ നമ്മൾ പറയുന്നത്, സി അനിമൺ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ആഡംസി എന്ന് വിളിക്കുന്ന ഈ ഒരു ഫോം എന്ന് പറയുന്നത്, ഈ ബോഡി ഫോം എന്ന് പറയുന്നത് എന്താ, പോളിപ്പാണ്. ഇതിന്റെ മുകളിൽ ഒരെണ്ണം കാണുന്ന ഒരു ടീച്ചറെ അതെന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. Whereas the latter is umbrella shaped and free swimming like Aurelia or jellyfish. അതായത് ഇവിടെ ലാറ്റർ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത് പറഞ്ഞ ആള് അതായത് മെഡൂസ. മെഡൂസയെ കുറിച്ചാണ്. മെഡൂസയുടെ ഷേപ്പ് എന്താ, അംബ്രല്ല ഷേപ്ഡ് ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ സിലിണ്ടറിക്കൽ എന്നാ പറഞ്ഞത്, ഇപ്പൊ അതെന്തായി, അംബ്രല്ല ഷേപ്പ് ആയി. ടീച്ചറെ അപ്പൊ നേരത്തെ സെസൈൽ എന്ന് പറഞ്ഞതോ ഇവിടെ എന്തായി, ഫ്രീ സ്വിമ്മിംഗ് ആണ്. അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും, ഫ്രീ സ്വിമ്മിംഗ് ആണ്. അപ്പൊ മെഡൂസയുടെ പ്രത്യേകത എന്തൊക്കെയാ, ഷേപ്പ് നോക്കിയാൽ അംബ്രല്ല ഷേപ്ഡ് ആണ്. മൂവ്മെന്റ് വെച്ച് പറയുവാണെങ്കിൽ ഒരു മൂവ് ചെയ്യും, ഫ്രീ സ്വിമ്മിംഗ് ആണ്, എങ്കിലും പറ്റിപ്പിടിച്ച് ജീവിക്കുന്നവരല്ല. ഓക്കെ, അപ്പൊ ഒരു ഫ്രീ സ്വിമ്മിംഗും ആണ്, അംബ്രല്ല ഷേപ്ഡ് ആണ്. നേരത്തെ പറഞ്ഞ പോളിപ്പാണെങ്കിൽ സെസൈലുമാണ്, സിലിണ്ടറിക്കൽ. പോളിപ്പ് ഫോമാറ്റിൽ കാണുന്ന സീലൻഡ്രേറ്റയ്ക്ക് ഉദാഹരണം എഴുതൂ എന്ന് പറഞ്ഞ ആരുടെ പേര് എഴുതാം, ഹൈഡ്രയുടെയും അഡാംസിയുടെയും പേര് എഴുതാം. അതേസമയം ഇങ്ങനെ ചോദിക്കുന്നു നിങ്ങളോട്, മെഡൂസ ഫോമാറ്റിൽ ജീവിക്കുന്ന ഒരു സീലൻഡ്രേറ്റ വിഭാഗത്തിൽ വരുന്ന ഒരു മെമ്പറിന്റെ പേര് എഴുതൂ എന്ന് പറഞ്ഞ ആരുടെ പേര്, ഒറേലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷ് ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. ഓക്കെ, ഇവരുടെ ബയോലൂമിനസൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ജെല്ലി ഫിഷ് കിടക്കുന്ന വെള്ളത്തിലെ ടീച്ചറെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ എന്തെങ്കിലും ഒരു അറ്റാക്ക് വെള്ളത്തിലുണ്ടാക്കി, അതായത് ഒന്നുകിൽ നമ്മൾ ഒരു കല്ലെടുത്തിടുകയോ ഒക്കെ ചെയ്തു, രാത്രി സമയത്തൊക്കെ നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ നിറം മുഴുവൻ അങ്ങ് മാറിയിട്ട് വെള്ളത്തിൽ നിന്ന് ഒരു ലൈറ്റ് വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ചില നാടുകളിലൊക്കെ നമ്മൾ കവര് പൂക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, വെള്ളത്തിലൊക്കെ രാത്രി സമയത്തൊക്കെ, അതായത് വന്യജീവികളൊന്നും ഇവരെ ആക്രമിക്കാതിരിക്കാനാണ്, ഈ ഒരു സ്ഥലത്തേക്ക് ചെന്നിറങ്ങി ഇവരെയൊന്നും പിടിച്ച് കഴിച്ചിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ എടുക്കുന്ന ഒരു ഡിഫൻസ് ആണിത്. അപ്പോൾ ഇവരുടെ ബോഡിയിൽ നിന്ന് ഒരു ബയോലൂമിനസൻസ് ഒക്കെ ഉണ്ടാവും. ഇതിനെക്കുറിച്ച് നമ്മൾ ജെല്ലി ഫിഷിനെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യമാണ്. ബയോലൂമിനസൻസ് പ്രോപ്പർട്ടി ആർക്ക് ഉണ്ടെന്നും കൂടെ ഓർത്ത് വെച്ചിരിക്കുക, നമ്മുടെ ജെല്ലി ഫിഷ്. അപ്പൊ ഇവിടെ നോക്കി, അപ്പൊ ജെല്ലി ഫിഷസ് എന്ന് പറയുമ്പോൾ അവർ പ്രത്യേകത എന്താ, അവർ ഏത് ഫോമാറ്റിൽ കാണുന്നവരാ, മെഡൂസ ഫോമാറ്റിൽ കാണുന്നവരാണ്. ഓക്കെ, അപ്പൊ ഇവർക്ക് രണ്ട് ബേസിക് ബോഡി ഫോംസ് ഉണ്ട്. ഒന്നിനെ നമ്മൾ പോളിപ്പ് എന്ന് വിളിക്കും, മറ്റൊന്നിനെ നമ്മൾ മെഡൂസ എന്ന് വിളിക്കും. പോളിപ്പ് എന്ന് പറയുന്നത് സെസൈലാണ്, അതേപോലെ തന്നെ സിലിണ്ടറിക്കൽ ആണ്. എന്നാൽ മെഡൂസ എന്ന് പറയുന്നത് ഫ്രീ സ്വിമ്മിംഗ് ആണ്, അതുപോലെ അംബ്രല്ല ഷേപ്പ്ഡ് ആണ്. അതുപോലെ പോളിപ്പ് ഫോമിൽ കാണുന്ന രണ്ട് സീലൻഡ്രേറ്റയ്ക്ക് എക്സാമ്പിളുകളാണ് ഹൈഡ്രയും അഡാംസിയും. അതേപോലെ തന്നെ മെഡൂസ ഫോമിൽ കാണപ്പെടുന്ന രണ്ട്, അതെ, അല്ലെങ്കിൽ ജെല്ലി ഫിഷ് എന്ന് പറയുന്നത്. ഓക്കെ സർ, ഇത് ഇപ്പൊ നമ്മളിപ്പോ ബോഡി ഫോമുകളെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു അല്ലേ. എന്നാൽ ചില സീലൻഡ്രേറ്റ എന്ന് പറയുന്ന ആൾക്കാരില്ലേ, ഇതിലെ മെമ്പേഴ്സ് രണ്ട് തരത്തിൽ ഇവർക്ക് അറ്റ് എ ടൈം നിലനിൽക്കാം. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ കുറച്ചു കാലം അവർ എന്തായിട്ട് അങ്ങ് ജീവിക്കും, പോളിപ്പായിട്ട് ജീവിക്കും. എന്നിട്ട് അവര് തന്നെ കുറച്ചു കാലം എന്തായിട്ട് ജീവിക്കും, മെഡൂസയായിട്ട്. എന്നാൽ ഇവിടെ പറഞ്ഞവർ അങ്ങനല്ല. എങ്ങനെയാ, ഹൈഡ്രയുടെ കേസില് അവരെങ്ങനെ തന്നെയായിരുന്നു ജീവിച്ചത്, പോളിപ്പ് ഫോമിലേ കാണും. ഹൈഡ്രകളെല്ലാം പോളിപ്പ് ഫോമിലായിരിക്കും. എന്നാൽ ജെല്ലി ഫിഷസ് അങ്ങനല്ലേ കണ്ടിട്ടുള്ളൂ, അംബ്രല്ല പോലെ കാണുള്ളൂ. മനസ്സിലായോ? അതായത് ഹൈഡ്ര എന്ന് പറയുന്നവർ ഏത് ഫോമാറ്റിലേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ, പോളിപ്പ് ഫോമിൽ. ജെല്ലി ഫിഷ് എനിക്ക് എങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ, മെഡൂസ. എന്നാൽ ഇത് രണ്ടും കാണിക്കുന്നവരുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. അതായത് ഹൈഡ്രയെ പോലെ പോളിപ്പ് ഫോമിൽ മാത്രം കാണുന്നവരല്ല ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ പോളിപ്പായിട്ട് നിന്നിട്ട് വീണ്ടും പോളിപ്പ്, അതായത് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. പോളിപ്പ് മാറി മെഡൂസ വരുന്നു, മെഡൂസ മാറി പോളിപ്പ് വരുന്നു. ഇങ്ങനെ ഒരു ലൈഫ് സൈക്കിളിൽ തന്നെ രണ്ട് ബോഡി ഫോം കാണിക്കും. അതാണ് സർ, ദോസ് നിഡേറിയൻസ് വിച്ച് എക്സിസ്റ്റ് ഇൻ ബോത്ത് ഫോംസ്. ഏത് നിഡേറിയൻ ആണോ രണ്ട് ഫോമിൽ നിലനിൽക്കുന്നത്, അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട് ഇവരുടെ ബോഡിയിൽ. അങ്ങനെ നടന്നാൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജനസിസ്. ഓക്കെ, അപ്പൊ ചില നിഡേറിയൻസിന് എന്തിനുള്ള കഴിവുണ്ട്, അതിന്റെ ഒരു ലൈഫ് സൈക്കിളിൽ തന്നെ രണ്ട് ബോഡി ഫോംസും കാണിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അല്ലെങ്കിൽ ബയോളജിക്കൽ ടേമിൽ നമ്മൾ എന്ത് വിളിക്കും, മെറ്റാജനസിസ് എന്ന് വിളിക്കും. ഓക്കെ, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജനസിസ്. അപ്പൊ നമുക്കതൊന്ന് പറഞ്ഞു കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക്. അതില് നോക്കിയേ, പോളിപ്പ് എന്ന് പറയുന്ന ഒരു ഫോമാറ്റിലാണ് ഇപ്പൊ ഒരു ജീവി കാണുന്നതെന്ന് വിചാരിക്കാം. പോളിപ്പ് പ്രൊഡ്യൂസ് മെഡൂസ. പോളിപ്പ് ആരെ ഉണ്ടാക്കും, മെഡൂസ ഉണ്ടാക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുവാണേ സർ, പോളിപ്പ്
പ്രൊഡ്യൂസ് മെഡൂസയെ ഉണ്ടാക്കി. പക്ഷേ ആ പ്രോസസ്സിന് ഒരു പേരുണ്ട്. ഏത് പ്രോസസ്സ് വഴിയാ? എസെക്ഷൽ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് പോളിപ്പിൽ നിന്ന് മെഡൂസ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ്. ഓക്കേ, എസെക്ഷൽ മീൻസ് മെഡൂസ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഏത് റീപ്രൊഡക്ഷൻ വഴി? എസെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്നിട്ട് ഇപ്പൊ ഇവർ ഏത് ഫോമാറ്റിൽ ഇരിക്കുക? മെഡൂസ ഫോമിൽ ഇരിക്കുക. ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ ഇവർ എന്ത് ചെയ്യും? വീണ്ടും പോളിപ്പായിട്ട് മാറും. അപ്പൊ മെഡൂസ അല്ലേ പോളിപ്പാവുന്നേ? അതെ അതെ ആണല്ലോ. പക്ഷെ അവിടെ ഏത് റീപ്രൊഡക്ഷൻ ആണെന്ന് അറിയോ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പോളിപ്പ് പ്രൊഡ്യൂസ് മെഡൂസ എസെക്ഷലി ആൻഡ് മെഡൂസ ഫോം ദ പോളിപ്പ് സെക്ഷലി. അപ്പൊ ഈ രണ്ട് ഫോമാറ്റ് ഇവിടെ ഇല്ലേ? ഈ പ്രോസസ് മൊത്തത്തിലാണ് നമ്മൾ എന്തെന്ന് വിളിച്ചേ? ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജനസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കാണിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് കാണിക്കുന്ന ഒരു സിലിണ്ടറേറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് ഇവരാരും അല്ല, ഹൈഡ്രയോ അല്ല, ഈ പറയുന്ന ജെല്ലി ഫിഷ് ഒന്നും അല്ല, അതാണ് ഒബീലിയ. ഓക്കെ, അതിനെ ഒബീലിയ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ചില സിലിണ്ടറേറ്റയ്ക്ക് അതിൻ്റെ ഒരു ലൈഫ് സൈക്കിളിൽ തന്നെ 2 ബോഡി ഫോംസും കാണിക്കാനുള്ള കഴിവുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സിലിണ്ടറേറ്റയ്ക്ക് എക്സാമ്പിൾ ആണ് ഒബീലിയ. ഓക്കെ, ഒബീലിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രോസസ് ആണ് മക്കളെ എന്തെന്ന് വിളിക്കുക? ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജനസിസ്. അതായത് ഒരു ജീവിക്ക് അതിൻ്റെ ലൈഫ് സൈക്കിളിൽ 2 ബോഡി ഫോംസും കാണിക്കാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം സർ. അപ്പോൾ എക്സാമ്പിൾസ് ആണ്, ഈ ഒരു വിഭാഗത്തിൽ വരുന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഒന്നാമത്തത് ഫൈസാലിയ. ഓക്കെ, ഫൈസാലിയ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്ന് നമ്മൾ കോമൺലി അറിയപ്പെടും. ഫൈസാലിയ. ഓക്കെ, രണ്ടാമത്തത് ആഡംസിയ. ആഡംസിയ നമ്മൾ കണ്ടതാണ്. സി അനിമൺ. ഓക്കെ, സി അനിമൺ നമ്മൾ. അടുത്തത് പെന്നാറ്റുല. പെന്നാറ്റുല, സീപ്പൻ, കടൽ പേന എന്നൊക്കെ വിളിക്കുന്നത്. അടുത്തത് ഗോർഗോണിയ. ഗോർഗോണിയ, സീ ഫാൻ. ഓക്കെ, ലുക്ക് അതുപോലെ ഇരിക്കും, ഫാൻ മാതിരി, വിഷറി പോലെ ഇങ്ങനെ ഇരിക്കും, അതുകൊണ്ടാണ്. ദെൻ മിയാൻഡ്രിന. മിയാൻഡ്രിന, ബ്രെയിൻ കോറൽ. അതായത് ഒരു പവിഴപ്പുറ്റാണ് സർ, കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ പോലെ ഇരിക്കും. ഓക്കെ, ധാരാളം ചുളിവുകളും മടക്കുകളും ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ അതാണ് ബ്രെയിൻ കോറൽ. അപ്പൊ ഇത്രയും, അതായത് ഈ പറയുന്ന 5 പേരുടെയും പേര് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കണം. ആ ഒരു ഫൈലത്തിന്റെ, നിങ്ങൾ വരച്ച ടേബിളിൽ ആ ഫൈലത്തിന്റെ നേരെ ഈ പറയുന്ന 5 പേരുകളും നമ്മൾ എഴുതി വെക്കണം. സർ, നമ്മൾ നേരത്തെ പറഞ്ഞ ബോഡി ഫോമുകൾ ഒന്ന് കാണിച്ചേക്കാണ് സർ. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇത് ജെല്ലി ഫിഷ് ആണെങ്കിൽ, അപ്പൊ ഇത് നിങ്ങൾ നോക്കി, ജെല്ലി ഫിഷിന്റെ തന്നെ ആ ഒരു ഫോമാറ്റ് ഇവിടെ കാണിച്ചു, അംബ്രല്ല പോലെ ഇരിക്കുന്നു. അതെ അല്ലേ? അപ്പൊ ഇതാണ് മെഡൂസ. ഇത് നമ്മുടെ സിയാനിമോൺ ആണ്. അതെ, അപ്പൊ ഇതെങ്ങനെ മുകളിലോട്ടിരിക്കല്, ഇപ്പൊ സിലിണ്ടർ പോലെ. അതെ, സിലിണ്ടർ പോലെ ഇരിക്കുകയാണ്. അപ്പൊ ഇത് പോളിപ്പ്. ഓക്കെ, പിന്നെ വേറെ ഒരു പ്രത്യേകത വേണേ നമുക്ക് പറയാം. ഇവിടെ ടെൻഡക്കിൾസ്, കൈവിരലുകൾ പോലുള്ള സ്ട്രക്ചർ ഇവിടെ എങ്ങനെയാ? താഴോട്ടിരിക്കുകയല്ലേ? താഴോട്ടിരിക്കുക, മെഡൂസയുടെ കേസിൽ. എന്നാൽ ഇവിടെ ടെൻഡക്കിളുകൾ മുകളിലേക്ക് ഇരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ മൗത്ത് പോലെ ഒരു ഓപ്പണിംഗ് ഇങ്ങോട്ടേക്കായിരിക്കും, ഇവിടെയാണെങ്കിലോ മൗത്ത് മുകളിലേക്കായിരിക്കും. വേണമെങ്കിൽ ഇവിടെ ഒരു കമ്പാരിസൺ ചോദിക്കാം. ഓക്കെ, പോളിപ്പും മെഡൂസയും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? പോളിപ്പ് ഈ സെസൈൽ ആൻഡ് സിലിണ്ടറിക്കൽ. ഈ ഒരു പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ മെഡൂസ എന്ന് പറയുന്നത് അംബ്രല്ല ഷേപ്ഡ് ആൻഡ് ഫ്രീ സ്വിമ്മിങ്. ആ പോയിന്റ് നമ്മൾ പറഞ്ഞു. അതേതാ എക്സ്ട്രാ പോയിന്റ് പറഞ്ഞ മൗത്തിന്റെയും ടെന്റക്കിളിന്റെയും കേസ്. അപ്പോൾ നമ്മൾ ഇവിടെ പോളിപ്പ് പറഞ്ഞ മൗത്തും ടെന്റക്കിളും അപ്വേർഡ്ലി ഡയറക്റ്റഡ്. ഇവിടെ എങ്ങനെ പറയും? മെഡൂസയ്ക്കകത്ത് ഈ പറയുന്ന മൗത്തും ടെന്റക്കിൾസും ഡൗൺവേർഡ് ആയിട്ടാണ് ഡയറക്റ്റഡ്. ഓക്കെ, അപ്പോൾ ഇതും കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചിട്ടാ? 2 ഫൈലംസ് പറഞ്ഞു സർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫൈലം സീലൻഡറേറ്റ അല്ലേ? അതായത് രണ്ടാമത്തെ ഫൈലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഫൈലം സീലൻഡറേറ്റ. അപ്പോൾ സീലൻഡറേറ്റയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു, എക്സാമ്പിൾസും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇന്നത്തെ ക്ലാസ് ഇത് മതിയായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.